അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ലോങ് വീഡിയോ എന്ന് പറയാം, ചെറിയ ലോങ് വീഡിയോ, ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ. രാവിലെ തന്നെ ഞങ്ങൾ പ്രാഥമിക കർമ്മത്തിനായിട്ട് പോവുകയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവനെ ബാത്റൂമിൽ വിടും ഞാൻ ഒരു 6-6:30 ആകുമ്പം. പക്ഷേ അവൻ്റെ ഫുൾ കർമ്മങ്ങൾ തീരണമെങ്കിൽ ഇങ്ങോട്ട് തോട്ടത്തിലോട്ട് വരണം. തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പം ലേഖ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ലേഖ ചേച്ചിയും കൂടി കുറേ ദൂരെ ഇങ്ങനെ അവനെയും കൊണ്ടുപോയി. അവൻ ലേഖ ചേച്ചി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് വിറകൊക്കെ മഴയല്ലായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. അപ്പം വിറകുകളെല്ലാം നനഞ്ഞ് വെളിയിലിട്ടിരുന്നതെല്ലാം പോയി. പിന്നെ അവൻ്റെ ഒരു പതിവാണ്, ഈ വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളം, വേറെ അങ്ങനെ വേസ്റ്റ് വെള്ളമൊന്നും അല്ല ഇവിടെ കൂടി ഒഴുകുന്നത്, നല്ല വെള്ളം തന്നെ. ഉയരോട്ടൊക്കെ കുളങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഇങ്ങനെ ഊറ്റായിട്ട് പോരണം. അപ്പം പിന്നെ അവന് വരാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇവന് ഒട്ടും ഇഷ്ടമില്ല. അവൻ എന്നെ ബലം പിടിച്ചിട്ടാണ് വരണമെന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് അവന് വലിയ താല്പര്യമില്ല. വീട്ടിലോട്ടാണെങ്കിൽ പിന്നെ എന്നെ ഒരു ബലം പിടുത്തമാണ്, അങ്ങോട്ട് വലിച്ചുകൊണ്ട് അവനെ അങ്ങ് വിട്ട് അവനങ്ങ് ഓടിപ്പോവാനുള്ള ഒരു ഇഷ്ടമുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ലീവൊക്കെ അല്ലേ, അപ്പം മക്കളും കൊണ്ടു ഞാനും ഒക്കെ കൂടി ചേർന്ന് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അനിയൻ്റെ മോൾ ഇങ്ങനെ വിളിക്കുന്നു, ലീവല്ലേ വലിയമ്മ, വായോ വായോ എന്ന്. വീഡിയോ ഒന്നും അവരെ എടുക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അങ്ങനെ എടുക്കണ ശരിയല്ല. എന്താണ് നമ്മളെല്ലാവരും ഒരുങ്ങിയപ്പോൾ അവന് മനസ്സിലായി നമ്മളെവിടെയോ പോകണം. അവൻ്റെ ആ കിടപ്പും ദേലിയും കണ്ടാ അറിയാലേ മക്കള്. ഇപ്പൊ വരും 1 മണിക്കൂർ, ആർക്കും വിഷമമൊന്നും വിചാരിക്കണ്ട. പൊന്നു മക്കൾ, എന്റെ കൊച്ചു മുതലാളി. അവ ഇറങ്ങുന്ന പോലും ഇല്ല. നമ്മളെല്ലാം ഒരുങ്ങി ഇറങ്ങിയിട്ട് അവനറിയാം അവനെ കൊണ്ടുപോകില്ല ഇപ്പൊ. പക്ഷെ അവന്റെ ആ മുഖം കാണിച്ചു കൊടുത്തി. മക്കളെ, അമ്മയുടെ ഡയലോഗ് അങ്ങനെയാണ്, മക്കളെ. ഗുണ്ടുച്ചേ എവർക്ക് ചിരിക്കാം, എനിക്ക് നല്ല വിഷമമുണ്ട്. അവൻ കണ്ട വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങൂലേ, എന്നെയും കൊണ്ട് പോവുമെങ്കിൽ കഥ അടച്ചാൽ മതി എന്നുള്ള ഭാവം. ഗുണ്ടു പറയുന്നുണ്ടാവും എന്നെ മറികടന്ന് ഇത് എങ്ങനെ പോകുന്നു ഞാൻ കാണട്ടെ, ഞാൻ ഈ വാതിലിൽ നിന്ന് മാറൂല എന്ന ഒരു കിടപ്പാണ് അവൻ്റെ. അവൻ്റെ മുഖം കണ്ടറിയാം, അവൻ നല്ല സമരത്തിലാണ്. അവൻ അനങ്ങാതെ അതുപോലെ ഈ ഡമ്മി എടുത്തുകൊണ്ട് വെച്ചിരിക്കും പോലെയാണ് ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്നത്. എനിക്ക് നല്ല വിഷമം തോന്നി കേട്ടോ. അവൻ ഈ ടൈമിൽ അവൻ ഇങ്ങനെ നമ്മളോടി കാണിച്ചല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കസേരയെ കൊണ്ട് കിടത്തിയപ്പോൾ ഇനി അവിടെ കിടന്നിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളെ കൂടെയൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോവോ എന്നുള്ള രീതിയിലായിരുന്നു. അവനെ കൊണ്ട് പോകാൻ പറ്റൂലല്ലോ, നമ്മളൊരു വണ്ടിയിൽ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ എല്ലായിടവും കൊണ്ടുപോകാൻ പറ്റൂലടാ കൊണ്ടുപോയി. പിന്നെ കുറേ നേരം എല്ലാവരുടെയും ചെവിയെല്ലാം താഴ്ത്തി ആ ഒരു ദയനീയാവസ്ഥ നമ്മളുടെയൊക്കെ പ്രകടിപ്പിച്ച് നോക്കി. പക്ഷെ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല. ഒരു 1-1.5 മണിക്കൂർ പിള്ളേർ ഇവിടെ നിന്നേ പറഞ്ഞിട്ടുണ്ട്, ടി വിയൊക്കെ കാണാനുള്ളതല്ലേ. അങ്ങനെ അധികം വൈകുന്ന മുമ്പേ ഞാൻ വന്നിട്ട് നേരെ ബിന്ദു പറഞ്ഞല്ലോ ഒന്ന് ആമിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് കാണിക്കണം എന്ന്. പിന്നെ ഞാൻ നേരെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നേരെ ആമിയുടെ അടുത്തോട്ടാണ് വന്നത്. ആമിയുടെ വന്ന് ഇതൊക്കെ തന്നെയാണ് ആമിയുടെ വിശേഷം. ആമി ഭയങ്കര കളിയും ചാട്ടവും ഓട്ടവും. പിന്നെ ഗുണ്ടുവിനെ ഞാൻ അവിടെ കെട്ടി, രണ്ടുപേരും കൂടി അടി കൂടിയാൽ പിന്നെ നിവർത്തിയില്ല. പിന്നെ ചില്ലക്കുട്ടിയായിട്ട് നമ്മളെ ആമിക്കുട്ടിയുണ്ട്. പിന്നെ കുറേ നേരം ആമിയുടെ ഈ ചെല്ലു എന്നെ അഴിച്ചുവിടൂ എന്നൊക്കെ ഉള്ള, എന്നെ കണ്ടപ്പോൾ ഈ പരാതി പറച്ചിലാണ്. പിന്നെ അമ്മയും ഇവൻ അഴിച്ചു വിട്ടാൽ ഉള്ള ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇട്ടിട്ട് പോയി ഇന്നലെ രാത്രി അതോ കുറച്ച് വേറെ ഡോഗുകൾ വന്ന്, പിന്നെ സഹോദരൻ പിടിച്ചുകൊണ്ട് വന്ന ആരുമൊക്കെ. പിന്നെ ഇവൻ്റെ മുഖത്തോട്ട് നോക്കി അമ്മയും ഇപ്പോൾ ഒരു എന്തു പറയാം, ഇത് എന്തിനാണോന്ന് അറിഞ്ഞൂടാ, കരിയും പൊട്ടുമൊക്കെ വരച്ചു കൊടുക്കുന്നു. ഇങ്ങനത്തെ കരിയല്ല, അല്ലാത്ത ചുവപ്പിലൊക്കെ ഉള്ള എന്തോ ആണ്. അപ്പോൾ ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ കണ്ടില്ല നന്നായിട്ട്. പക്ഷേ കുഞ്ഞു പറഞ്ഞു ഇന്നലെ അവൾ കണ്ട് ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന്. കരിയല്ല, സിന്ദൂരം എന്തോ ഇട്ടാണ് അവർ കലാപരിപാടികളൊക്കെ നടത്തിയെന്ന് തോന്നുന്നു. പക്ഷേ ഏകദേശം എല്ലാം മാഞ്ഞു പോയി. പിന്നെ
അമ്മയുടെ സ്ഥിരം പരിപാടിയാണല്ലോ എന്നെ കാണിച്ച് കുരക്കി മക്കൾ കുര എന്ന് പറയണം. പക്ഷേ ഇന്നായപ്പം കുറച്ചില്ലേട്ടാ. നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. എന്നെ പിന്നെ ഞാൻ ചോറൊക്കെ തരണേണ്. ഞാനാണ് എന്നെ കണ്ടപ്പോ ഭയങ്കര ചെല്ലം എന്ന് പറഞ്ഞാൽ ആമിയെ കണ്ടറിയാം അവന്റെ ഒരു ക്യൂട്ട്. ഇത് തനി ഗുണ്ടു തന്നെ ഒന്ന് തോന്നി കേട്ടോ ചില സമയം ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുന്നു. പിന്നെ അമ്മയുടെ പ്രകടനമൊക്കെ ഉണ്ട്. എനിക്ക് ആമി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൈ കൊടുക്കുകയും ചാട്ടവും ഒക്കെ കുറേ നേരം. അത് ഒരു രസം തന്നെ. ബിന്ദു പറഞ്ഞതുകൊണ്ട് പിന്നെ എന്തായാലും കുറേ നേരം വീഡിയോ എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും എടുക്കണതാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് എല്ലാവരും ഒന്ന് കാണട്ടെ, എൻ്റെ ആമിക്കുട്ടി ഹാപ്പിയാണ്. അപ്പം പിന്നെ ഞാൻ എന്തായാലും ഇവിടെ വരുമ്പോഴേ ഗുണ്ടു ഇങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അമ്മയുടെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് അവന്. അമ്മയുടെ ചോറ് ഇഷ്ടമുണ്ടായിട്ടല്ല, അവൻ്റെ അമ്മ അടുത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു കുശുമ്പ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് അവൻ ഇവിടെ വന്ന ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന എപ്പോഴായാലും ഒരു നേരം ഞാൻ ചോറ് കൊടുക്കും അവന്. ഇവിടുത്തെ ചോറൊക്കെ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിനേക്കാളും അവന് കുറച്ചുകൂടി ഇഷ്ടം ഇവിടുത്തെ ചോറും കറിയും എന്ന് തോന്നുന്നു. വേറെ ഒന്നുമല്ല, ആമി അടുത്തുള്ളത് കൊണ്ടേ ഒരു കുശുമ്പുള്ള. ഇവിടെ മാത്രമല്ല, എൻ്റെ വീട്ടിലായാലും പൂച്ചയെ കണ്ടവൻ പെട്ടെന്ന് കഴിയും കേട്ടോ. പെട്ടെന്ന് വാതോറും ഇനി പൂച്ചയ്ക്ക് കൊടുത്തുകളയോ എന്ന് വിചാരിച്ചിട്ടേ. അങ്ങനെ ഇവിടെയും അങ്ങനെയാണ്. ആമിയെ കണ്ടാൽ പെട്ടെന്ന്. പിന്നെ ആമി ഇതൊക്കെ കണ്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഒരു സുന്ദരി കുഞ്ഞ് എന്നെ നമ്മൾ കുണ്ടുവിൻ്റെ അമ്മ സുന്ദരിയല്ലേ. അതിൻ്റെ നമ്മളെ അമ്മയുടെ പാൽ സൗന്ദര്യം പോലും നമ്മളെ കുണ്ടുവിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനിടയിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ പിന്നെ പൂക്കളൊക്കെ എടുത്ത് മഴയായതുകൊണ്ട് കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, നീ ഒന്ന് വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെ. അമ്മയ്ക്ക് എന്നെ കണ്ട അയ്യോ എൻ്റെ ചെടികളിടും അമ്മ, ഞാൻ ഇതൊക്കെ എടുത്തത് എന്നെ എല്ലാവർക്കും അറിയാം. കുറേയൊക്കെ പൊഴിഞ്ഞു പോയി മക്കളെ, എന്നാൽ നന്നായിട്ട് ഭംഗിയായിട്ട് അപ്പം ഇങ്ങനെ ഓരോന്നാ ഞാൻ ഇങ്ങനെ എടുത്ത് കേട്ടോ. ഇങ്ങനെ എടുത്തപ്പോൾ അമ്മ മൊത്തത്തിൽ കാണിക്കാത്തന്തേ, നിറയെ ഇതിൻ്റെയൊക്കെ നിറയെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒന്നൊന്നായിട്ട് എന്തിനാ കാണിച്ച്. ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തേട്ടാ എടുത്തത്. ഫുള്ള് കാണിക്കാത്തന്തേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, അവർക്ക് മനസ്സിലാവും അമ്മയ്ക്ക് ഇത് തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ടെന്ന്. അമ്മയ്ക്കിത് ഒരു ക്രേസ് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. ഇപ്പം മഴയായപ്പം കുറേയൊക്കെ ഇങ്ങനെ അടിച്ചു പോയി, കുറേയെല്ലാം പൂക്കളെല്ലാം പോയി, തൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ, അമ്മയ്ക്ക് ഒരു സന്തോഷം കേട്ടാ ഇങ്ങനെ വീഡിയോയിൽ അമ്മയുടെ ഗാർഡൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പിന്നെ കൃഷിയും ഉണ്ട്, അല്ലാതെ വെജിറ്റബിൾ കൃഷിയെല്ലാം ഉണ്ട്. പിന്നെ അമ്മയുടെ തെറ്റിപ്പൂ പല കളറിൽ, പിന്നെ റോസപ്പൂ എല്ലാ കളറും ഉണ്ട് കേട്ടോ. പനിനീർ റോസയുണ്ട്, വെള്ള റോസയുണ്ട്, അതൊന്നും പൂത്തിട്ടില്ല, ഇങ്ങനെ സീസൺ പോലെയാണ്. പക്ഷെ മഞ്ഞ റോസ എപ്പോഴും പൂത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആമി കുറേ നേരം കൊണ്ട് കുത്തിയിരുന്നതും നമ്മളെ ഗുണ്ടുവിനെ പോലത്തെ ഷോ എല്ലാം കാണിച്ചിട്ട് അഴിച്ചു വിടാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങൾ അഴിച്ചു വിട്ടു ഇതാ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് പേടി, എനിക്ക് അവൻ വരുന്നേരെ ഇവളിവിടെ വേണം, നീ അഴിച്ചു വിട്ടാൽ നിങ്ങളെ കൂടെ ഇപ്പം വരും, പിടി തരില്ല, എന്തിനിപ്പോൾ അയച്ചു. അമ്മ നല്ല പേടിച്ചിട്ടാണ് ഇരിക്കണത്. ഇങ്ങനെ അടുത്തിരിക്കണമെങ്കിലും ഇറങ്ങി ഓടരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കുറേ നേരമൊക്കെ ഇരുത്തി കേട്ടോ. എന്നിട്ട് അവൾ ബാത്റൂമിലൊക്കെ പോകണമല്ലോ, എന്തായാലും അഴിച്ചു വിട്ടില്ല. അഴിച്ചു വിട്ടാരത്തെ നമ്മളെ മടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊന്ന് പുറത്തോട്ട് ഓടി. ഞങ്ങൾ നന്നായിട്ട് പേടിച്ച്. പക്ഷേ അവൾ ഒരിടവും പോയില്ല. വെള്ളവാരമൊക്കെ കുറച്ച് പോയിട്ട് പിന്നെ ഞാനും ഗുണ്ടും കൂടി അങ്ങോട്ട് കുറച്ച് താഴോട്ട് പോയപ്പം കിട്ടി. പിന്നെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടാ. അത് വീഡിയോ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ എടുത്തോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പം കാണണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഗുണ്ടു ഒരേ വിളി. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആമി ഇരുത്തിയപ്പോഴാണ് ഗുണ്ടുവിന് കുശുമ്പ്. അവിടെ കിടന്ന് കുരയ്ക്കണ കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അവൻ്റെ അടുത്തോട്ട് പോയത്. വിളി കൊണ്ട് ഇങ്ങനെ അപ്പോഴപ്പോഴും ഭയങ്കര ദേഷ്യം. ഇതാ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് തന്നെ അവന് ക്യാമറ തിരിക്കുമ്പോഴേക്കും അവൻ്റെ കുര അങ്ങ് നിൽക്കും. കാരണം നമ്മൾ ഫേസ് ചെയ്യുമ്പം അങ്ങ് നിർത്താം. അപ്പോൾ ഇതിനിടയിൽ അമ്മ പറയാണ്, ഒരു മെത്ത പോലത്തെ പുല്ലെടുത്തോ നീ. പിന്നെ അതും എടുത്തു. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. അവിടുത്തെ ബഹളമെല്ലാം കഴിഞ്ഞ് നേരെ അവൻ്റെ സ്ഥിര ജോലിയാണ് വിഷമമുള്ളവർ കാണരുത് എന്ന് പറയും പോലെ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ.
അപ്പം ചിലവർ പറയുമല്ലോ, അത് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം വന്ന പാടെ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ നടന്നാണ് പോയിട്ട് വന്നത്. വന്ന പാടെ സന്ധ്യ സമയത്ത് ഇതാണ് അവൻ്റെ ജോലി, ഉറക്കം. അവനിത് ഇവിടെ കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഓരോ സ്പോട്ടുണ്ട്, കറക്റ്റ് അവിടെയൊക്കെ ചെന്ന് കിടന്നോളും. അപ്പോൾ ഇവിടെ അങ്ങ് ഫ്രീ ആയിട്ട് കിടക്കണ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവ ഇങ്ങനെ പണ്ടൊക്കെ കിടക്കുമ്പോൾ ഇവനെന്ത് ഇങ്ങനെ ഏത് സമയം ഉറങ്ങണേ, നമ്മളൊക്കെ ഉണർത്തിയിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പം പിന്നെ നിർമ്മല ചേച്ചി ആയാലും പലരും ബിന്ദു അവരൊന്ന് ഉറങ്ങട്ടെ പ്ലീസ്, അതിനിട്ട് ഉണർത്താതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതുപോലെ ബിന്ദു ചേച്ചിയൊക്കെ ആയാലും അവനെ ഉണർത്തല്ല, ഉറങ്ങട്ടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ വീഡിയോ എടുക്കുമ്പം അവനെ അങ്ങനെ ചെന്ന് ഇങ്ങനെ തോണ്ടി ഉണർത്തിയൊന്നും വീഡിയോ എടുക്കാറേ ഇല്ല. അവ ഉറങ്ങുമ്പോൾ ഉറങ്ങണ വീഡിയോ എടുത്തിടും, അല്ലാതെ നമ്മൾ ഉണർത്തി ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കാറില്ല. അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിടാറാണ് പതിവ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ഇതുപോലെ നിർബന്ധിച്ച് നമ്മൾ അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാറില്ല. ഉറക്കമാണ് എണീപ്പിച്ച് ചെയ്യിക്കലോ അങ്ങനെയൊന്നും ചെയ്യില്ല. പണ്ടൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി എഴുതിച്ച് വാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞേ, ഇതെൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ പഴയ ഈ അടുപ്പിലും ഈ അമ്മിയിലൊക്കെയാണ് ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അന്നത്തെ ഗ്രൈൻഡർ ഒക്കെ. പിന്നെ ഇത് ചേട്ടൻ്റെ അച്ഛൻ എനിക്ക് ഇറങ്ങാൻ നേരത്ത് കുഞ്ഞു ഒരു തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്നു, അതും കുടിച്ചു. പിന്നെ വൈകുന്നേരം അത് ഇടയ്ക്ക് അങ്ങ് വീഡിയോ പെട്ടുപോയതാണ്. മണ്ണാകുളം ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന അപ്പോൾ പഴയ അടുക്കളയും അടുപ്പൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി വന്നു. ഇത് വൈകുന്നേരം എൻ്റെ ചേട്ടൻ വന്നപ്പോൾ കുണുങ്ങി 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 പോകുന്ന വിശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഒരു രസമാണ്. നമ്മളെ വീട്ടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ്. അല്ലെങ്കിൽ നമ്മളിതൊന്നും ചെയ്യണ്ട, കുറേ കാര്യങ്ങൾ അല്ലേ. രാത്രിയായാൽ കുറച്ച് കാഴ്ചകൾ കാണാം. അച്ഛനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അച്ഛൻ്റെ താഴെ തന്നെ വന്നിരിക്കും, അപ്പോഴപ്പോഴാ വരും. ഇത് ഇപ്പം ഒരു പ്രാവശ്യം വിളിച്ചിട്ട് അച്ഛൻ്റെ കാലിൻ്റെ താഴെ വന്നിരിക്കണതാണ്. അതും ഒരു രസമാണ്. എൻ്റെ അടുത്ത് വരും, അച്ഛൻ്റെ അടുത്ത് ഓടിപ്പോവും. അച്ഛാ മര്യാദയ്ക്ക് കൊണ്ടുപോയെന്നെ പുറത്ത്, സമയമായി 9 മണിയായി, മര്യാദയ്ക്ക് എന്നെ കൊണ്ടുപോ. എനിക്ക് സമയമൊക്കെ നോക്കാൻ അറിയാം. നൈറ്റ് എന്നെ കൊണ്ടുപോയില്ല, 10 മണി വരെ ഇന്ന് വെയിറ്റ് ഒന്നും ചെയ്യത്തില്ല. കൊണ്ടുപോവോ ഇല്ലേ, ഞാൻ ഒറ്റക്കാലിൽ തന്നെ നിൽക്കും. ഇന്ന് അച്ഛൻ കൊണ്ടുപോവോ ഇല്ലേ, ഇന്ന് ഒറ്റക്കാലിൽ ഞാൻ നിൽക്കും അല്ലേ. അതെ, ഇന്ന് ഞാൻ ഈ കാല് തറയിൽ വെക്കണമെങ്കിൽ അച്ഛൻ കൂടെ വരണം. പിന്നെ അവൻ വിചാരിക്കുമ്പോൾ അവനെ അങ്ങ് കൊണ്ടുപോകണം. പിന്നെ ഒരു എന്ന് വെച്ചാൽ സമരം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ചെന്ന് തോണ്ടി വിളിക്കും, വരുവോ, ഇപ്പം വരുന്നുണ്ടോ, എന്നെ കൊണ്ടുപോകുന്നുണ്ടോ. അവന് ഇപ്പം മൂത്രം ഒഴിക്കാനൊന്നും അങ്ങനെയൊന്നും ഇല്ല. വെളിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഡോഗിൻ്റെ പോണ മണവോ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവനും കൂടി പുറത്ത് ചാടാനുള്ള ഒരിതാണ്. പിന്നെ അച്ഛൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അവനെയും കൊണ്ട് ബാത്റൂമിൽ പോയി. എന്നും അവനൊരു കൃത്യമായിട്ട് നമ്മളൊരു 10 മണിക്ക്, അതിന് മുന്നേ അവൻ വരണതേ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നൈറ്റൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഡോഗിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ ഓടി വരണേണ്, അച്ഛാ വാ നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം, ഇവിടെ വെളിയിൽ അനാവശ്യമായിട്ട് ആളുകൾ നിൽപ്പുണ്ട് എന്നൊക്കെ ഉള്ള ഒരിതാണ്. പക്ഷേ ഒരു രസമാണ്. ഒരു സമയമാകുമ്പോൾ അവൻ വന്ന് അച്ഛനെയും കൊണ്ടേ പോകുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ വരെ ഞാനായിരുന്നു കൊണ്ടുപോയോണ്ടിരുന്നത്. എൻ്റെ അടുത്തേ വരുവുള്ളായിരുന്നു. 1-2 തവണ ചേട്ടൻ കൊണ്ടുപോയതോടെ അവന് ഇഷ്ടപ്പെട്ട് അച്ഛൻ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഇപ്പം നൈറ്റ് എനിക്ക് കുഴപ്പമില്ല, എനിക്കത് നൈറ്റ് ഡ്യൂട്ടി കുറഞ്ഞ് കിട്ടി കേട്ടോ. കാരണം അവൻ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പൊക്കോളും. അവൻ്റെ ഈ അപ്പോഴപ്പോഴാ വാന്ന് വിളിക്കണതിൽ ആർക്കാ പറ്റൂല എന്ന് പറയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നതാണ്. അപ്പം ഗുഡ് നൈറ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ആർക്കോ ഈ ഗുണ്ടു ഉറങ്ങുന്നത് വലിയ താല്പര്യമില്ല. ശാന്തനമ്മോ എന്ന് പറയുന്ന ഒരാളിന് ഗുണ്ടു ഉറങ്ങുന്ന വീഡിയോകളൊന്നും ഇടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നൈറ്റ് നമുക്ക് ഒരു ഗുഡ് നൈറ്റ് വീഡിയോയും കൊണ്ടുവരാം. അപ്പോൾ ഇത് എല്ലാവരും കാണുക. സമയം ഇപ്പം തന്നെ 10 മണി 10:15 ആയി. ഇനി എപ്പം ഡൗൺലോഡ് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് എന്തായാലും ഗുഡ് നൈറ്റ് വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗുണ്ടുവിൻ്റെ ചെറുതിലത്തെ വീഡിയോ ആണ്. ഇതാണ് നമ്മളെ കുഞ്ഞു ഗുണ്ടു. ചേച്ചി അനിയത്തിയും കൂടി ചെല്ല ഉറക്കമാണ് അവന്. എപ്പോഴും കയ്യിലിരുന്നാലും ഉറങ്ങണം. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഉണർന്നിരിക്കുന്നത്. ഏത് സമയവും അവന്
ഈ ശാന്തൻ എന്ന് പറഞ്ഞ ആൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവൻ കുഞ്ഞും കാലം മുതൽ അവൻ്റെ മുഖ്യ ജോലി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു. എനിക്ക് ഈ വീഡിയോ ഒന്നും അത്ര അറിയാമല്ലോ, അങ്ങനെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് റെഡിയാക്കാനൊന്നും അറിഞ്ഞുകൂടാ. പരിമിതികളും കുറവുകളും സഹിച്ച് നമ്മുടെ വീഡിയോകൾ കാണുക. അപ്പം ഇത്രയേ ഉള്ളൂ.